നാലാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ NS മാധവനുള്ള നിയമസഭാ പുരസ്കാരവും ചടങ്ങിൽ കൈമാറും. ഈ മാസം 13-നാണ് പുസ്തകമേള സമാപിക്കുക. തിരുവനന്തപുരം നഗരം ഇനി ഒരാഴ്ചക്കാലം അക്ഷരങ്ങളുടെ തലസ്ഥാനമാകും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4-ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ NS മാധവനുള്ള നിയമസഭാ പുരസ്കാരവും ചടങ്ങിൽ കൈമാറും. കോമൺവെൽത്ത് പാർലമെന്റിന്റെ പ്രസിഡന്റായ ഡോക്ടർ ക്രിസ്റ്റഫർ കലീലിയോ, അദ്ദേഹം സാംബിയയിൽ MP ആണ്, CPIയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം കൂടി പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ. ഈ ലിറ്റററി ഫെസ്റ്റിവലിനകത്ത് 300 സ്റ്റാളുകൾ, 200-നടുത്ത് പ്രസാധകന്മാർ, അവരൊക്കെ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഗത്ഭന്മാരായ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, അവരൊക്കെ ഈ ചടങ്ങിൽ, ഈ ലിറ്റററി ഫെസ്റ്റിവൽ 7 ദിവസവും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ചാനലുകൾ ഒരുക്കുന്ന എക്സ്ക്ലൂസീവ് കൾച്ചറൽ ഇവൻ്റ് ഉണ്ട്. അതോടൊപ്പം ഈ ഫെസ്റ്റിവലിൽ ആദ്യമായി വടക്കൻ ജില്ലകളിലെ ജനങ്ങൾ മാത്രം കണ്ട തെയ്യം ഇവിടെ എക്സ്ക്ലൂസീവായി ഞങ്ങൾ ആളുകൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നിയമസഭയിൽ ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖ സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികൾ നിയമസഭയിൽ സജ്ജീകരിച്ച 6 വേദികളിലായി നടക്കും. മൗറീഷ്യസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അമീന ഗുരീബ് ഫക്കീം, ശ്രീലങ്കൻ സാഹിത്യകാരൻ ചൂളാനന്ദ സമരനായകെ, ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുഷ്താഖ്, തസ്ലീമ നസ്രിൻ, റാണ അയൂബ് തുടങ്ങി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പുസ്തകോത്സവത്തിന്റെ ഭാഗമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.